ബെനഡിക്റ്റിന് ഒരു ലൈംഗിക ആസക്തി കടന്നു വന്നു. സാത്താനാണ് ലൈംഗിക ആസക്തി മനുഷ്യർക്ക് നൽകുന്നത്. അതുകൊണ്ട് ഇങ്ങനെ പറയാണ്, സാത്താൻ ഈ ലൈംഗിക ആസക്തി, ഈ ജഡിക ആസക്തി ഈ ബെനഡിക്റ്റിന് നൽകിയ സമയത്ത് എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ ഒരു വിശുദ്ധൻ റോസാ ചെടിയിൽ കിടന്നിട്ടുണ്ട്. ആരാണെന്ന് വെച്ചാൽ അതാരൊക്കെ അസിസിൽ മിസ്റ്റർ ഫ്രാൻസിസ് എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. നമ്മളവിടെ പോയാൽ ആ റോസാ ചെടിയിൽ ഇന്നും മുള്ളില്ല. ഞാൻ പോയി കണ്ടതാണ്. പ്രകാരം പറയാണ്, ഈ ആസക്തി ഇങ്ങനെ കടന്നു വന്ന സമയത്ത് അതുകൊണ്ട് എന്താ ചെയ്തുവെന്ന് വെച്ചാൽ എടുത്ത് ചാടി. ഏതിലേക്ക് ചാടി? ഞെരിഞ്ഞിലും ഉൾപ്പടപ്പിലേക്ക് എടുത്ത് ചാടി. നമുക്ക് എന്തെങ്കിലും ശാരീരിക പ്രവണത വരുന്ന സമയത്ത് യൂട്യൂബ് എടുത്ത് നോക്കുകയല്ല ചെയ്യേണ്ടത്, ഫേസ്ബുക്ക് എടുത്ത് നോക്കുകയല്ല ചെയ്യേണ്ടത്, ലാപ്ടോപ്പ് എടുത്ത് നോക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മുള്ളിലേക്ക് ചാടാൻ പറ്റിയില്ലെങ്കിലും, ഞെരിഞ്ഞിലേക്ക് ചാടാൻ പറ്റിയില്ലെങ്കിലും, റോസാ ചെടിയിലേക്ക് ചാടാൻ പറ്റിയില്ലെങ്കിലും, ഇവിടെ വിശുദ്ധൻ ആദ്യം ചെയ്യുന്നത് അവൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കൃപ ഇത് നഷ്ടപ്പെടുത്താൻ പോവുകയാണ്, എൻ്റെ അഭിഷേകം ഇതാ സാത്താൻ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രലോഭനങ്ങളുണ്ടാവും. വൈദികരായാലും സന്യസ്തരായാലും എല്ലാവരുടെയും ജീവിതത്തിൽ സാത്താൻ ഒരാളെയും വെറുതെ വിടാനില്ല, എല്ലാവരും. അതുകൊണ്ട് പ്രകാരം പറയാണ്, അവിടെ കിടന്നിട്ട് എന്ത് ചെയ്തു? വിശുദ്ധൻ പിന്നീട് ഒരിക്കൽ പോലും വിശുദ്ധിക്കെതിരായ പ്രലോഭനത്തിൽ വിശുദ്ധൻ അലയപ്പെട്ടിട്ടില്ല.